അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ അനിയത്തിയുടെ വീട്ടിൽ ചെന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസം ഒരു നോർമൽ ഡേ ആണ് കേട്ടോ. സോ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. നമ്മുടെ കുഞ്ഞിച്ചെറുക്കന് രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീക്കണോണ്ട് തന്നെ ഞാൻ രാവിലെ അധികം എണീക്കുമ്പോഴേക്ക് ഇച്ചിരി നേരം വൈകും കേട്ടോ. അപ്പോൾ ഇവിടുന്നും അതുപോലെ ലേറ്റായിട്ട് തന്നെയാണ് ഞാൻ എണീറ്റിട്ടുള്ളത്. അങ്ങനെ കിച്ചണിലെത്തിയപ്പോഴേക്ക് ഇതാ ഇവിടെ ഓരോന്നായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ. ഞാനങ്ങനെ ഇതാ ഒരു ഗ്ലാസ് ഹോർലിക്സും പിന്നെ ഇത് വന്നിട്ട് പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറൊക്കെയാണ് വരുന്നത്. എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് മൈദയും റവയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ദോശ ഉണ്ടല്ലോ, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേക മുഹബത്താണ് ഇതിനോട്. അപ്പോൾ അത് അവള് ചുട്ടോണ്ടിരിക്കുവാണ്. എന്നാ പിന്നെ മാറി നിൽക്ക്, ഞാൻ അങ്ങ് ചുട്ടോളാന്നൊക്കെ പറഞ്ഞ് കറി അവൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ആയിരുന്നു അതിലോട്ട് പെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ ചൂടോട് കൂടിയിട്ട് കഴിക്കണമാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ആളവിടെ ഇരുന്നിട്ട് കഴിക്കണുണ്ട്. സാധാരണ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ. ഇന്നിപ്പോൾ എന്തോ ആദ്യപ്പോഴാണ് കഴിച്ചത്, പിന്നെ അതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. കാരണം അപ്പം കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചുട്ട് ഫുള്ള് സെറ്റായതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനിരുന്നത്. ഇത് ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായില്ലേ, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് നിഷു എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ഭാഗത്ത് ആളെ കാണാനില്ല. നിഫ്രൂട്ടനും ഞാനും അനിയത്തിയും കൂടിയിട്ടാണ് കഴിക്കുന്നത്. എൻ്റെ ഡെലിവറി മറ്റും കാരണം ആളിതാ കുറേ ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ വന്ന് നിൽക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക ഡേർട്ടി ആയിട്ട് കിടക്കുന്നുണ്ട്. മുറ്റായാലും അകായാലും ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഉപ്പച്ചിയും അനിയത്തിയും കൂടിയിട്ട് പുല്ല് പറിക്കാനും മറ്റും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മുറ്റം മൊത്തം നന്നാക്കലും ചെത്തിക്കോരലും അങ്ങനെയൊക്കെ കുറേ പണികളാണ് അവർക്ക് രണ്ടുപേർക്ക്. കുഞ്ഞാപ്പി ഏതായാലും കിടന്നുറങ്ങാണ്. ഇപ്പോൾ അനിയത്തിയും കുട്ടികളാണെങ്കിൽ മുറ്റത്തുമാണ്. പിന്നെ ഞാൻ ആകെ മൊത്തം ബോറടിച്ചിരിക്കുവാണ് അകത്ത്. അപ്പോൾ എനിക്ക് ബോറടി മാറ്റാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് കിച്ചൺ ഡ്യൂട്ടിയാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ളതായിട്ട് വേറെ ഒന്നുമില്ല വേണമെങ്കിൽ. അപ്പോൾ ഇത് വന്നിട്ട് ചക്ക നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതാണ്. ആക്ച്വലി നമ്മളിത് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുന്നതാണ്. പക്ഷേ എന്താ ചെയ്യുക, കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലായിരുന്നു കേട്ടോ. എന്താ പറയുക, മൊത്തത്തിൽ ഒരു മഴ മൂടി പിടിച്ച് കൊണ്ടിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നേ. അപ്പോൾ പിന്നെ നമ്മളിതെടുത്തിട്ട് ഏതായാലും ഏറ്റ് വലിച്ചു കൊണ്ടുവന്നതല്ലേ, അപ്പോൾ ഇവിടെ വന്നിട്ട് കളയുന്നത് മോശമാണല്ലോ. സോ നമ്മളതങ്ങ് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച് തൊട്ടപ്പുറത്ത് കറി വെക്കാനുള്ള ചീരയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചുവപ്പ് കളറ് ചീരയാണ്. അങ്ങനെതാ നമ്മൾ ഓരോന്നായിട്ട് റെഡിയാക്കുവാണ്. ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് ഇതൊരു നമ്മുടെ സാധാരണ ദിവസമാണെന്ന്. അപ്പോൾ ഇതിൽ വലിയ സ്പെഷ്യലോ ഒരു സ്പെഷ്യൽ ഫുഡോ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യണ്ട. നമ്മളൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ദിവസം, അത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. മീൻ വന്നിട്ട് ഇന്ന് തളമീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് പോകാൻ വേണ്ടിയിട്ട്. അന്നേരം നമുക്ക് മസാലയ്ക്കുള്ളതൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് മീനൊക്കെ ഒന്ന് ജസ്റ്റ് മസാല പുരട്ടിയെടുക്കണമല്ലോ. സോ അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും അങ്ങനെ എല്ലാം കൂടെ ചതച്ചെടുക്കണുണ്ട്. പിന്നെ അതാ മസാലയും കാര്യങ്ങളൊക്കെ തിരുമ്മി സെറ്റാക്കി എടുക്കുവാണേ. അടുത്തതായിട്ട് ഇവിടെ ചോക്ലേറ്റ് വിതരണമാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ആക്ച്വലി അനിയനും അവൻ്റെ ഫ്രണ്ട്സുകളും എല്ലാവരും കൂടിയിട്ട് കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കുക്കറിലായിരുന്നു ചോറൊക്കെ വെച്ചിൻ്റെത്. ചോറൊക്കെ ഊറ്റി റെഡിയാക്കി സെറ്റാക്കി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളിവിടെ ചീരയൊക്കെ ഒന്ന് താളിച്ചെടുക്കുവാണേ. കറിയൊക്കെ അങ്ങ് സെറ്റ് ആവണ നേരം കൊണ്ട് തന്നെ നമ്മളിതാ മീനും കൂടെ പൊരിച്ചെടുക്കണുണ്ട്. തളമീൻ അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഇഷ്ടമില്ല എന്ന് വെച്ചാൽ കഴിക്കാതിരിക്കൊന്നുമില്ല, പക്ഷേ എന്തോ അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇന്നിപ്പോൾ വന്നിട്ട് അവരുടെ മീൻകാരൻ്റെ അടുത്ത് ഈ ഒരു മീൻ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ, ഇതെങ്കിൽ ഇതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെതാ നമ്മൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുത്ത് ചക്കക്കൂട്ടാൻ പിന്നെ നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരവി സെറ്റാക്കി എടുക്കണം. ചിരവയൊക്കെ വന്നിട്ട് പുതിയ
ചിരവായതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് അങ്ങ് ചിരവുമ്പോഴേക്ക് നമ്മളെ കയ്യിലൊക്കെ മുറിവൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം നല്ല മൂർച്ചയും കാര്യങ്ങളൊക്കെ അല്ലേ, പുതിയ വീടാകുമ്പോൾ പുതിയ പുതിയ സാധനങ്ങളല്ലേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. തേങ്ങ ഒന്നങ്ങ് ചിരവേപ്പേക്ക് എൻ്റെ കയ്യിൽ മുറിയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി പിന്നെ ഇപ്പച്ചി ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ആളതൊക്കെ ഒന്ന് ചിരവി സെറ്റാക്കി തന്നിട്ടുണ്ട്. തേങ്ങയ്ക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഞാനിതാ അതൊന്നങ്ങ് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നങ്ങ് ഒതുക്കി എടുക്കണുള്ളൂ, ഒരുപാട് അങ്ങ് അരയ്ക്കേണ്ട ആവശ്യമൊന്നും വരണില്ലല്ലോ. പിന്നെ ഇതൊക്കെ ആ ഒരു ചക്കക്കൂട്ടാനിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങ് റെഡിയാക്കി എടുക്കണുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ആസ് യൂഷ്വൽ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിടുക. പിന്നെ നമ്മളൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുവാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഉപ്പയ്ക്കും കുട്ടികൾക്കുള്ള ഫുഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഞാനും അനിയത്തിയൊന്നും കുളിച്ചിട്ടില്ലായിരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായി പോയി. പിന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളും ഫുഡ് കഴിച്ചു. ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എൻ്റെ വോയിസിൽ കാണാനുണ്ടാകും. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മഴയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങളങ്ങ് ഒഴിവാക്കി വിടൂ, കുറച്ചൊക്കെ ക്ഷമിച്ചല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അനിയനിതാ അവൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അവനെ കിട്ടിയതല്ലേ, ഒരു റീലൊക്കെ ആവാമെന്ന് വിചാരിച്ച് കുഞ്ഞാപ്പിനെ കൂട്ടിയിട്ട് റീലൊക്കെ എടുത്ത് അവൻ വന്നപ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. വൈകുന്നേരം ചായക്ക് കുശാലായി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ചിക്കൻ റോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്ര മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, നമ്മളെ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.